Hello guys, welcome back to our channel. This is me with Mallu എപ്പിസോഡ് ഓപ്പണിംഗ് സൈനിൽ മരിച്ചു പോയെന്ന് കരുതിയ ആ ഒരു മാജിക് ബൂ അവനാണെങ്കിൽ വീണ്ടും റീജനറേറ്റ് ആവുകയാണ്. പിക്കലോ ആണെങ്കിൽ ആ കാഴ്ച കണ്ട് ഭയന്ന് ഇവിടുന്ന് ദൂരേക്ക് പോകും. മാജിക് ബൂ ആണെങ്കിൽ തകർന്നു കിടക്കുന്ന അവന്റെ മാസ്റ്റർ ബാബിഡിയെ ബാക്ക് ടു നോർമലാക്കി മാറ്റുകയാണ്. കളി ഇളകിയ ബാബിഡി ആണെങ്കിൽ ഇപ്പൊ മാജിക് ബൂവിനോട് പറയും, ഇതിനെല്ലാം കാരണക്കാരൻ ആ പച്ച മനുഷ്യൻ. ഇവിടേക്ക് വന്ന ആ നരന്ത് പിള്ളേരുമാണ്. അവരെ വെറുതെ വിടാൻ പാടില്ല. ഓൾറെഡി ആ വെജിറ്റയെ നമ്മൾ തകർത്തു, അതുപോലെ തന്നെ അവരെ ഇല്ലാതാക്കണമെന്ന് പറയും. പിക്കലോ ആണെങ്കിൽ ഭയന്ന് ഇപ്പോ അപ്പന്റെ അടുത്തേക്ക് വന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറയും. അത് കേട്ട് അവൻ ഷോക്കാവും. നീ എന്താ ഈ പറയണേ? വെജിറ്റയുടെ മരണത്തിന് യാതൊരു ഫലമില്ലാതായി പോയെന്നാണോ? ഇത് ശരിക്കും വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയും. അതിന് പിക്കലോ പറയും, എനിക്കിനി ഏക പ്രതീക്ഷയുള്ളത് ഇവരിലാണ്, ചെറിയ പ്രതീക്ഷ മാത്രം, എത്രയും വേഗം ഇവരുമായിട്ട് പോണെന്ന് പറഞ്ഞ് പിക്കലോയും മൊട്ടപ്പനുമാണെങ്കിൽ ഇപ്പൊ കാറ്റിന്റെയും റോബിന്റെ അടുത്തേക്ക് വന്ന് സെൻസുബീൻ ഉണ്ടോ ചോദിക്കും. അതിനവര് പറയും, ഉണ്ടായിരുന്നു തന്നു, ഇനിയിപ്പോ ബാക്കിയില്ല. ഇവിടെ ഗോക്കു ആണെങ്കിൽ എഴുന്നേക്കും. വെജീറ്റ തന്നെ ചതിച്ച് മാജിക് ബൂ ആയിട്ട് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ പോയി. അവൻ പോകുന്നതിന് മുൻപായിട്ട് ആ സെൻസുബീനും തീർത്തു എന്നുള്ള കാര്യം അവൻ തിരിച്ചറിയും. ഗോഹാന്റെയും വെജീറ്റയുടെയും പവർ അത് സെൻസ് ചെയ്യാൻ കഴിയാതെ ഇപ്പൊ പിക്കലോയുടെ പവർ കിട്ടി. ആ വഴിക്ക് പിക്കലോയോട് കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് ഗോക്കു ആണെങ്കിൽ അവിടുന്ന് കടന്നുപോകും. കട്ട് ചെയ്ത ഇവിടെ ബുൽമ ടീമിനെ കാണിക്കും. ഇത് ഇവിടെ ചീച്ചിയാണെങ്കിൽ ബിഡലിനോട് ഗോഹാനെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ എനിക്ക് അറിയുമെന്ന് ചോദിക്കും. അതിനവള് പറയും, ഇല്ല. ബുൽമയ്ക്കാണെങ്കിൽ ട്രങ്ക്സിനെ കുറിച്ചും വെജിറ്റയെ കുറിച്ചും ഓർത്ത് ഒരുപാട് ടെൻഷൻ. എന്തെങ്കിലും ഒരു ക്ലൂവോ ഹിന്റോ കിട്ടാതെ എങ്ങനെ അവരെ കണ്ടെത്തുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ ഡ്രാഗൺ ബോൾസിന്റെ സഹായം ഉണ്ടെങ്കിൽ ഉറപ്പായാലും നമുക്ക് അവരെ കണ്ടെത്താൻ പറ്റും. പക്ഷേ ഡ്രാഗൺ ബോൾസ് കൂടെ നമ്മൾ കണ്ടെത്തിയേ പറ്റൂന്ന് പറഞ്ഞ് അവളെ റഡാർ ചെക്ക് ചെയ്ത് ഇപ്പൊ മുൻപോട്ടേക്ക് പോകും. ഹാൻസം ബോയ് ആണെങ്കിൽ അവരെ സമാധാനിപ്പിക്കും. ടെൻഷൻ ആവേണ്ട കാര്യമില്ല, അവരോടൊപ്പം ഗോക്കു ഉണ്ട്. ബുൽമയാണെങ്കിൽ ഇപ്പോൾ റഡാറിലേക്ക് നോക്കും. മരിച്ചുപോയവരെ എങ്ങനെയെങ്കിലും നമുക്ക് തിരികെ കൊണ്ടുവരണം. അവസാനത്തെ 2 ഡ്രാഗൺ ബോൾ അതെവിടെയാണെന്നുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ പറയുന്ന ഡയറക്ഷനിലേക്ക് ഫ്ലൈറ്റ് ടേൺ ചെയ്യാനായിട്ട് ബുൽമയാണെങ്കിൽ ഇപ്പോ ഹാൻസം ബോയോട് പറയും. ഇവിടെ വിടലിനാണെങ്കിൽ ഭയങ്കര അത്ഭുതം, മരിച്ചുപോയവരെ തിരികെ കൊണ്ടുവരാൻ ഒരു ബോൾ കൊണ്ട് കഴിയുമെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ പിക്കലോയും മൊട്ടപ്പനും അവർ രണ്ടുപേരും ഡണ്ടയുടെയും ബ്ലാക്ക്മാന്റെ അടുത്തേക്ക് വരും. പിക്കലോ ആണെങ്കിൽ ഡണ്ടയോട് പറയും, നടന്നതല്ല നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അതിന് ഡണ്ട പറയും, അതെ ഞങ്ങളത് അറിഞ്ഞു. എത്രയും വേഗം ഇവർ രണ്ടുപേരെയും ബാക്ക് ടു നോർമൽ ആക്കണം. ഇവരെ കൊണ്ട് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. ഉടനെ ഡണ്ടയാണെങ്കിൽ ബ്ലാക്ക്മാനോട് അവരെ അകത്തേക്ക് കൊണ്ടുപോകാനായിട്ട് പറയും. ബ്ലാക്ക്മാൻ ആണെങ്കിൽ 2 പേരെ എടുത്ത് അകത്തേക്ക് പോവാണ്. മൊട്ടപ്പനാണെങ്കിൽ ഗോക്കുവിനെ കുറിച്ച് ഡണ്ടയോട് ചോദിക്കും. അതിന് ഡണ്ട പറയും, ഓൾറെഡി മരണപ്പെട്ടതല്ലേ, പക്ഷെ ഇപ്പോഴത്തെ ഫൈറ്റിലും അവൻ ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഗോഹാനെ കുറിച്ചും വെജീറ്റയെ കുറിച്ചും അവർ ചോദിക്കും. എങ്കിൽ തല താഴ്ത്തും. ഗോഹാന്റെ പവർ അതൊട്ടും തന്നെ എനിക്ക് കിട്ടുന്നില്ല, പക്ഷെ സുപ്രീം കായുടെ പവർ അതിനല്പമായിട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. ശരിക്കും ഇവിടെ എന്താ നടക്കണേ? ഭൂമി നശിക്കാൻ പോവാണോ? അതിന് പിക്കലോ ആണെങ്കിൽ ദേഷ്യപ്പെടും. ഈ ഭൂമിയെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതും വരാൻ പോകുന്ന വിനാശം അത് മുൻകൂട്ടി കാണേണ്ടതൊക്കെ നീയല്ലേ? നീ എന്നോട് ഈ ചോദ്യം ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? ഉടനെ ഡണ്ടയാണെങ്കിൽ തല താഴ്ത്തും. നമ്മുടെ ആകെയുള്ള പ്രതീക്ഷ ആ 2 കുട്ടികളാണെന്ന് പിക്കലോ പറയും. മൊട്ടപ്പനാണെങ്കിൽ ഇപ്പൊ നിരാശയോടുകൂടെ ഒരു ഭാഗത്ത് പോയിരിക്കുകയാണ്. അപ്പൊ ഈ ഭൂമി ഇത് അവസാനിക്കാൻ പോവുകയാണല്ലേ ചോദിക്കും. ബ്ലാക്ക്മാൻ ആണെങ്കിൽ സും ഗോട്ടനും അവർ 2 പേരും നന്നായിട്ട് വിശ്രമിക്കുന്നുണ്ടെന്നും പറഞ്ഞ് തിരികെ അവിടേക്ക് വരും. ഇതാ ഇവിടെ മാജിക് ബൂവും ബാബിഡിയും അവർ 2 പേരും വലിയൊരു പാർക്ക് ലക്ഷ്യമാക്കി പറന്നു വരികയാണ്. ആ പാർക്കിലെ റൈഡ് കണ്ട് ബൂ ആണെങ്കിൽ അതിന്റെ പിന്നാലെ പോയി അതിനെ ഫോളോ ചെയ്യാണ്. ഇവിടെ ബാബുഡി ആണെങ്കിൽ ഭയന്ന് നിലവിളിക്കും, നീ എന്തായി ചെയ്യണേ? എന്നെ ദയവ് ചെയ്ത് നീ താഴെ ഇറക്ക്, നമുക്ക് ഇവിടെ കളിക്കാൻ സമയമില്ല എന്ന് പറയും. അവനാണെങ്കിൽ അത് കേൾക്കാതെ വീണ്ടും വീണ്ടും സ്പീഡ് കൂടി അതുവഴി അങ്ങനെ തെന്നി നീങ്ങുകയാണ്. കൺട്രോൾ പോയി ഇപ്പൊ ബാബുഡി താഴേക്ക് പോകും. അവനാണെങ്കിൽ രക്ഷിക്കാൻ പറഞ്ഞ് അലറി നിലവിളിക്കും. അടുത്ത നിമിഷം മാജിക് ബൂവിനെ ചുമലിൽ കയറ്റി കൊണ്ടുവന്ന് ആ റൈഡിലുള്ളവരെ അങ്ങനെ ഇടിച്ച് തെറിപ്പിച്ച് കളയുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത പുൽമാൻ ടീമാണെങ്കിൽ കടലിൽ നടുക്കുള്ള ഒരു ചെറിയ ദ്വീപ് കാണുകയാണ്. അവിടെ തന്നെയാണ് ആ ഡ്രാഗൺ ബോൾ ഉള്ളതെന്നാണ് ഈ റഡാറിൽ കാണിക്കുന്നത്. അപ്പോൾ എത്രയും വേഗം ആ ബീച്ചിലേക്ക് നമ്മുടെ പേടകം അടുപ്പിക്കണം എന്ന് പറയും. ഹാൻസം ബോയ് ആണെങ്കിൽ അടുപ്പിക്കാൻ ശ്രമിക്കും, പക്ഷെ കൺട്രോൾ പോയി അതങ്ങനെ വെള്ളത്തിൽ ഇടിച്ച് നിർത്തുകയാണ്. ബൊൽമയാണെങ്കിൽ ദേഷ്യപ്പെടും. ഹാൻസം ബോയ് ആണെങ്കിൽ മാപ്പ് പറയും, ഐ എം സോറി, ഇതെന്റെ കൺട്രോളിൽ നിന്ന് പോയതാണ്. ഇവിടെ മാസ്റ്റർ ആണെങ്കിൽ യുദ്ധമിട്ട് നമ്പർ 18 നിതംബത്തിൽ വന്നിട്ടിക്കുകയാണ്. അവളാണെങ്കിൽ ഇപ്പൊ മാസ്റ്ററിന്റെ മുഖത്ത് ആഞ്ഞടിക്കും. മാസ്റ്റർ തെറിച്ചു പോകും. കട്ട് ചെയ്ത ഡണ്ടയാണെങ്കിൽ ട്രങ്ക്സിനെയും കോട്ടനെയും ചെക്ക് ചെയ്യും. അവർക്ക് കുഴപ്പമൊന്നുമില്ല, റെസ്റ്റ് എടുത്തു കഴിഞ്ഞ് അവർ ഓക്കെ ആവുമെന്ന് പറയും. ഇവിടെ മൊട്ടപ്പനാണെങ്കിൽ ഡണ്ടയോട് ചോദിക്കും, ഇത് ശരിക്കും നിയമവിരുദ്ധമാണെന്ന് എനിക്കറിയാം, എന്റെ ഭാര്യയെയും കുഞ്ഞിനെയും രക്ഷിക്കാനായിട്ട് ഞാൻ അവരെ ഇവിടേക്ക് കൊണ്ടുവന്നോട്ടേയും ചോദിക്കും. ഡണ്ടയാണെങ്കിൽ പിക്കലോട് ചോദിക്കും. അതിൽ പിക്കലോ ആണെങ്കിൽ ദേഷ്യപ്പെടും, ഇത് ഞാനല്ല, നീയാണ് എടുക്കേണ്ട തീരുമാനം. ഡണ്ടയാണെങ്കിൽ ഇപ്പൊ മൊട്ടപ്പനോട് പറയും, ടെൻഷൻ ആവേണ്ട കാര്യമില്ല, നിങ്ങൾ എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യാനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്, സോ ധൈര്യമായിട്ട് അവരെ കൂട്ടിക്കൊണ്ടുവരാം. മൊട്ടപ്പനാണെങ്കിൽ ഹാപ്പി ആവും. അപ്പോഴായിരിക്കും വലിയ പവർ അവർക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുക. വാഹു, അവൻ ഇവിടേക്ക് എത്തിയെന്ന് പറഞ്ഞ് അവർ ഓടി വരും. മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ ഗോക്കു അവിടേക്ക് വന്നിരിക്കുകയാണ്.
മൊട്ടപ്പനാണെങ്കിൽ ഗോക്കു നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേ ചോദിക്കും. അതിന് ഗോക്കു പറയും ഞാൻ ഓൾറെഡി ഒന്ന് മരിച്ചതാണ്, ഇപ്പൊ കുറച്ച് പരിക്കുകൾ പറ്റിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഉടനെ അവരെല്ലാവരും അവന്റെ അടുത്തേക്ക് വരികയാണ്. ഡെൻഡെ ആണെങ്കിൽ അവസ്ഥ കണ്ട് അവനെ സമാധാനിപ്പിക്കും. നീ ടെൻഷൻ ആവണ്ട, എത്രയും വേഗം ഞാൻ നിന്നെ സുഖപ്പെടുത്താന്ന് പറഞ്ഞ് ഡെൻഡയുടെ പവർ ഉപയോഗിച്ച് ഇപ്പൊ ഗോക്കുവിനെ സുഖപ്പെടുത്തുകയാണ്. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ ബുൽമയാണെങ്കിൽ 6ാമത്തെ ഡ്രാഗൺ ബോൾ അത് കണ്ടെത്തി കഴിഞ്ഞു. അവളാണെങ്കിൽ പാറക്കരികിലുള്ള ആ ഒരു ഡ്രാഗൺ ബോൾ എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ണെങ്കിൽ കട്ട സപ്പോർട്ട് കൊടുക്കും. ബുൽമ നിന്നെ കൊണ്ട് ഉറപ്പായാലും അത് എടുക്കാനായിട്ട് കഴിയും, കമോൺ നീ എന്ന് ട്രൈ ചെയ്യുന്നു പറയും. ഉടനെ ചീച്ചിയാണെങ്കിൽ ബുൽമയോട് പറയും ആന്റി ഉറപ്പായാലും ആന്റിയെ കൊണ്ട് അത് എടുക്കാൻ പറ്റും. ബുൽമയ്ക്കാണെങ്കിൽ അത് കേട്ട് ദേഷ്യം വരും. ആന്റിയോ ആണെങ്കിൽ വീണ്ടും കൈ നീട്ടി അത് എടുക്കാനായിട്ട് ശ്രമിക്കും. അടുത്ത നിമിഷം എന്തോ ഒന്ന് അവളെ ടച്ച് ചെയ്യാണ്. അവൾ ദേഷ്യപ്പെട്ട് തിരിഞ്ഞു നോക്കും. വലിയൊരു പറക്കുന്ന ഡ്രാഗൺ അതാണെങ്കിൽ അവളെ നോക്കി അങ്ങനെ ടെററായിട്ട് നിൽക്കും. എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ ഒരു ഡ്രാഗൺ ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന മുട്ടയും ആ ഡ്രാഗൺ ബോളും എല്ലാം തന്നെ അങ്ങനെ എടുത്ത് വിഴുങ്ങുകയാണ്. ബുൽമയ്ക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവൾ അതിന്റെ പിന്നാലെ ഓടും. ആ ഡ്രാഗൺ ബോള് ഇതാ അതെനിക്ക് വേണമെന്ന് പറഞ്ഞ് അവൾ ബഹളം വെക്കും. പക്ഷെ അതാണെങ്കിൽ പറന്ന് മുകളിലേക്ക് വരികയാണ്. നമ്മുടെ ആൾക്കാരെല്ലാവരും അതിന്റെ പിന്നാലെ ഓടും. ഹാൻസം ബോയ് ആണെങ്കിൽ ചാടി വന്ന് ആ ഒരു ഡ്രാഗണെ ചവിട്ടി താഴെയിടുകയാണ്. അത് കണ്ട് ബുൽമയാണെങ്കിൽ ദേഷ്യപ്പെടും. നീ അതിനെ ചവിട്ടി താഴിട്ടുകൊണ്ട് തന്നെ അതിപ്പോ വെള്ളത്തിന്റെ അടിയിലേക്ക് പോയിരിക്കുകയാണ്. ഇനി അതിനെ ആരെടുക്കും? ആ വെള്ളത്തിന്റെ അടിയിലേക്ക് പോയി ആ ഡ്രാഗൺ ബോള് അത് കളക്ട് ചെയ്ത് കൊണ്ടുവരണം. അതിനവൻ പറയും അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ അടിയിലിട്ടിരിക്കുന്ന അണ്ടർവെയർ അത് കണ്ട കോമഡി ആയിരിക്കും. ഉടനെ അവളാണെങ്കിൽ ഇപ്പോ മാസ്റ്റർ റോഡ്ഷോട് ചോദിക്കും എങ്കിൽ വലിയ ശബ്ദത്തിൽ ചുമച്ച് എന്നെ കൊണ്ട് തീരെ പറ്റില്ല, എനിക്ക് സുഖമില്ല എന്ന് പറയും. അതിനുശേഷം അവൾ ചീച്ചിയെ നോക്കും. ചീച്ചിയാണെങ്കിൽ പോവാൻ തയ്യാറാവുമെങ്കിലും അതിനു മുൻപ് വിടല് വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയാണ്. ആണെങ്കിൽ വിടലിനോട് പറയും വിടൽ നീ വളരെയധികം കെയർഫുൾ ആയിരിക്കണം, വെള്ളത്തിന്റെ അടിയിൽ പല വിധത്തിലുള്ള അപകടങ്ങളും പതിയിരിക്കാം. ആ ഡ്രാഗൺ വേണമെങ്കിൽ നിന്നെ അറ്റാക്ക് ചെയ്യാനും സാധ്യതയുണ്ട്. ആണെങ്കിൽ ആ ഫ്ലൈയിങ് ഡ്രാഗന്റെ തൊട്ടടുത്തെത്തും. അതാണെങ്കിൽ ടേൺ ചെയ്ത് ഇപ്പോ അവളെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. കാര്യം വഷളാകുകയാണെന്ന് മനസ്സിലാക്കിയ ചീച്ചി ആണെങ്കിൽ അവളും വെള്ളത്തിലേക്ക് എടുത്തു ചാടും. ഡ്രാഗൺ അത് വിടലിനെ അറ്റാക്ക് ചെയ്യുന്നത് കണ്ട ചീച്ചി ആണെങ്കിൽ അതിനെ പിടിച്ചു വലിക്കും. നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ ആ പെൺകുട്ടി അറ്റാക്ക് ചെയ്യാൻ ചോദിച്ചിട്ട് അവൾ അതിനെ അറ്റാക്ക് ചെയ്യാണ്. ഇവിടെ നമ്മുടെ ചെക്കൻ ഹാൻസം ബോയ് ആണെങ്കിൽ ആ കാഴ്ച നോക്കി നിൽക്കാൻ കഴിയാതെ അവനും ഇപ്പൊ അവനെ കളർഫുൾ നിക്കറുമായിട്ട് വെള്ളത്തിലേക്ക് എടുത്തു ചാടും. പക്ഷെ എന്താ നീന്തുന്നതിനിടയിൽ അവന്റെ നിക്കർ അത് കുറേശ്ശെ അഴിഞ്ഞു പോവാണ്. വിടലാണെങ്കിൽ ജസ്റ്റ് മിസ്സിന് അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടും. അതേസമയം 18 ആണെങ്കിൽ മാസ്റ്റർ റോഷിയെ നോക്കും. റോഷി ആണെങ്കിൽ ഇപ്പൊ നൈസായിട്ട് ഒരു ഓസ്കാർ ആക്ടിംഗ് ഒക്കെ കൊടുത്ത് അങ്ങനെ ഇരിക്കുമ്പോ അവള് റോഷിയെ വെള്ളത്തിലേക്ക് ചവിട്ടി തെറിപ്പിക്കും. പിന്നെ മകൾക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. മാസ്റ്റർ റോഷി തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് ആ കുഞ്ഞ് വിളിച്ചു പറയും. മാസ്റ്റർ റോഷി ആണെങ്കിൽ കടലിലേക്ക് വീഴേണ്ട താമസം ആ ഒരു ഡ്രാഗണും നമ്മുടെ ആൾക്കാരും എല്ലാവരും മുകളിലേക്ക് വരികയാണ്. ഡ്രാഗന്റെ തൊട്ടടുത്തെത്തി മാസ്റ്റർ റോഷി ആണെങ്കിൽ ഗ്യാസ് റിലീസ് ചെയ്യും. ബോധം കെട്ടുപോയ എന്റെ വായിൽ നിന്ന് ആ ഒരു ഡ്രാഗൺ ബോൾ തനിയെ തെറിച്ച് പുറത്തേക്ക് വരികയാണ്. നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷം. 6ാമത്തെ ഡ്രാഗൺ ബോളും അവർക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞു. അതേസമയം ഇവിടെ മാജിക് ബൂ ആണെങ്കിൽ ഇപ്പൊ ആ ബാബുടിയും ചുവന്നുകൊണ്ട് റെയിൽവേ ട്രാക്കിലൂടെ അങ്ങനെ സ്പീഡിൽ പോവാണ്. ദൂരത്തായിട്ട് ട്രെയിൻ കണ്ട ബാബുടി ആണെങ്കിൽ ഇപ്പൊ മാജിക് ബൂനോട് പറയും നീ അത് കാണുന്നില്ലേ, ട്രെയിൻ വളരെ വേഗത്തിൽ വരികയാണ്, ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ വെട്ടിച്ച് നിൽക്ക്. പക്ഷെ ആണെങ്കിൽ അതിന് തയ്യാറാവാതെ ആ ട്രെയിനിൽ പോയി ഇടിച്ച് ആ ട്രെയിൻ അങ്ങനെ തകർത്ത് കളഞ്ഞ് മുൻപോട്ടേക്ക് കുതിക്കും. ഇവിടെ ഗോക്കുവാൻ ടീമിനെ കാണിക്കും. പിക്കലോ ആണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പൊ ഗോക്കുവിനോട് പറയാണ്. ഗോക്കു ആണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. ഓ നോ, എനിക്കിത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. മകൻ ഗോഹാൻ, വെജീറ്റ, സുപ്രീം കായ് അവരൊക്കെ പോയെന്നാണോ നിങ്ങൾ പറയണേ? അതിന് പിക്കലോ പറയും സുപ്രീം കായുടെ ചെറിയൊരു പവർ എനിക്ക് സെൻസ് ചെയ്യാനായിട്ട് കഴിഞ്ഞു, അദ്ദേഹത്തിന് എപ്പോഴും ജീവനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ശരിക്കും ആ മാജിക് ബോവിനെ കുറിച്ച് നമുക്ക് ഒരുപാട് താക്കീത് തന്നതാണ്, ധാരണ തന്നതാണ്. പക്ഷെ നമ്മളത് ആരും തന്നെ വേണ്ടതുപോലെ ശ്രദ്ധയിലെടുത്തില്ല. അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. വേഗം നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടില്ല എങ്കിൽ ആ ഒരു മാജിക് ബൂ അവൻ അടുത്ത ഗ്രഹത്തിലേക്ക് പോയി നമ്മുടെ ഈ ഭൂമിയെ മൊത്തത്തിൽ ഇല്ലാതാക്കി കളയും. അത് കേട്ട് ഇപ്പോ മൊട്ടപ്പനാണെങ്കിൽ പേടിച്ച് വിറക്കുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ ഗോകുവിനോട് പറയും അത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമല്ലേ, ഇപ്പൊ നമ്മളോടൊപ്പം നീയുണ്ട്, നിന്നെ കൊണ്ട് തീർച്ചയായിട്ടും അവനെ തോൽപ്പിക്കാനായിട്ട് പറ്റും. നിന്റെ മുൻപിൽ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. അവനെ വേസ്റ്റ് ആക്കാതെ അവനോട് പോരാടി അവനെ ഇല്ലാതാക്ക്. അതിന് ഗോകു ആണെങ്കിൽ തല താഴ്ത്തും. ഞാൻ പറയുന്നത് കൊണ്ട് നിനക്കൊന്നും തോന്നരുത്, എന്നെ കൊണ്ട് അവനെ തോൽപ്പിക്കാൻ കഴിയില്ല. അത് കേട്ട് മൊട്ടപ്പൻ ഞെട്ടും. സത്യം അത് തന്നെയാണ്. വെജീറ്റയ്ക്കും എനിക്കും ഏകദേശം ഒരേ പവറാണ്. ലാസ്റ്റ് ടൈം ആ ഒരു ബാബുടി വെജീറ്റയ്ക്ക് എക്സ്ട്രാ പവർ കൊടുത്തിരുന്നു. ആ പവർ ഉപയോഗിച്ചിട്ടും മാജിക് ബൂവിനെ തോൽപ്പിക്കാനായിട്ട് സ്വന്തം ലൈഫ് തന്നെ സാക്രിഫൈസ് ചെയ്തിട്ടും അവനെ കൊണ്ട് ആ ഒരു മാജിക് ബൂവിനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല. പിന്നെ എങ്ങനെ എനിക്ക് ആ മാജിക് ബൂവിനെ തോൽപ്പിക്കാനായിട്ട് കഴിയും? എനിക്കതിന് കഴിയില്ല. അത് കേട്ട് എല്ലാവരും ഷോക്കാവും. ബജീറ്റയോ അവർ രണ്ടുപേരിൽ ആരെങ്കിലും ജീവനോടുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ട്രൈ എനിക്ക് ചെയ്യാമായിരുന്നു. ഫ്യൂഷൻ അതാണ് ഇനി ഏക മാർഗം. അത് കേട്ട് ഇപ്പോ എന്റെ ഷോക്കാവുകയാണ്. ഫ്യൂഷനോ? അതിനെക്കുറിച്ച് ഞാൻ ആക്ച്വലി കേട്ടിട്ടുണ്ട്. ഉടനെ ഗോകു പറയും ഞാനും അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒരേ ശക്തിയും പവറും ഉള്ള 2 പേർക്ക്
അവർ കൊന്നായി മാറി അവരുടെ ശക്തി അത് 10 മടങ്ങാക്കാൻ വേണ്ടി കഴിയും. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് ഓപ്പണന്റിനെ തോൽപ്പിക്കാനായിട്ട് പറ്റും. അത് കേൾക്കുമ്പോൾ ഇപ്പൊ മൊട്ടപ്പന് ഒരു പ്രതീക്ഷ ഉദിക്കുകയാണ്. ഇവിടെ ആണെങ്കിൽ പിക്കലോട് ചോദിക്കും, നിങ്ങളും അത് തന്നെയല്ലേ ചെയ്തത്? അതിന് പിക്കലോ പറയും, അതെ, അങ്ങനെയാണ് കൂടുതൽ പവർ എനിക്ക് കിട്ടിയത്. ആണെങ്കിൽ ഒരു സെക്കൻഡ് അവൻ കമ്പൈനായി ആ കാര്യം ആലോചിക്കുകയാണ്. അതെ, അതൊരു നല്ല ഐഡിയ തന്നെയാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പവർഫുൾ ആയി മാറാൻ കഴിയും. ഗോക്കു പറയും, ഞാൻ ആ ടെക്നിക്ക് പഠിക്കാൻ ഒരാഴ്ച സമയം എടുത്തു. ഗോഹാനും അവരിൽ ആരെങ്കിലും ഒരാൾ ജീവനോടുകൂടെ ഉണ്ടെങ്കിൽ പോലും അവരിത് പഠിച്ചെടുക്കാൻ മിനിമം ഒരാഴ്ചയെങ്കിലും വേണം. ബ്ലാക്ക് മാൻ ആണെങ്കിൽ കാര്യമായിട്ട് ആലോചിച്ച് ഇപ്പോ ഗോക്കുവിനോട് പറയും, അങ്ങനെയാണെങ്കിൽ ട്രങ്ക്സിനും ഗോട്ടനും നിങ്ങൾക്ക് ആ ട്രെയിനിങ് കൊടുത്തൂടെ? അവർക്ക് രണ്ടുപേർക്കും ഈക്വൽ എനർജിയും പവറുമാണ്. അതൊരു നല്ല ഐഡിയ ആണെന്ന് ഇപ്പൊ ഗോക്കുവിനും തോന്നും. വാവ്, ശരിക്കും അടിപൊളിയാണ്. ഞാൻ അവരെ രണ്ടുപേരെയും കമ്പൈൻ ചെയ്ത് ആ പവർ അത് അവർക്ക് ട്രെയിനിങ് കൊടുക്കാം. ഞാൻ പോയതിനു ശേഷം പിക്കലോ നീ അവർക്ക് ട്രെയിനിങ് കൊടുക്കണമെന്ന് പറയും. മൊട്ടപ്പനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ ബ്ലാക്ക് മാന് കൈയൊക്കെ കൊടുത്ത് തുള്ളിച്ചാടും. ആണെങ്കിൽ മൊട്ടപ്പനോട് പറയും, നീ അധികം ഹാപ്പി ആവണ്ട, നമ്മുടെ മുൻപിൽ സമയം വളരെ കുറവാണ്. അതിനുള്ളിൽ ആ മാജിക് ബൂ അവൻ ഒരുപാട് മീയെ തകർത്തില്ലാതാക്കും. എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ ലക്ഷ്യം അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് മാത്രമായിരിക്കണം. മാത്രമല്ല ഡ്രാഗൺ ബോൾസിനെയും അതുപോലെ തന്നെ ഡെൻഡയും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നഷ്ടപ്പെട്ടു പോയ എല്ലാവരെയും തിരികെ പിടിക്കാനായിട്ട് കഴിയൂ എന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.